Hello friends, this is Ashimi from S-Talk. So welcome back to my channel. So guys, ഇന്ന് ഞാൻ ഒരു ടെക്നോളജി വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. സോ വിൻഡോസിൽ നിങ്ങൾ അറിയാതെ പോയ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന ചില 5 ട്രിക്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. സോ ട്രിക്ക് 1, ക്ലിപ്ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോക്സ് ആണ്. ആ ബോക്സിനുള്ള ഒരുപാട് നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ കോപ്പി അടിച്ചു അതല്ലാതെ അതിൽ കാണാം. ഇപ്പോഴത്തെ ന്യൂ അപ്ഡേഷനിൽ നമുക്ക് ഫോട്ടോസ് അല്ലാതെ അതിലുമായിട്ട് കോപ്പി ചെയ്യാവുന്നതാണ്. അതൊക്കെ ക്ലിപ്ബോർഡിൽ ചെന്നിരിക്കും. നമുക്ക് ഓരോന്നായിട്ട് വേറെ എവിടെയൊക്കെ ഭാഗത്താണ് നമുക്ക് പേസ്റ്റ് അടിക്കേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് പേസ്റ്റ് ചെയ്യാം. അതാണ് ക്ലിപ്ബോർഡ് എന്ന് പറഞ്ഞ സംഭവം. അത് വിൻഡോസിലുണ്ട്. അത് കിട്ടാനാണ് നിങ്ങൾ കീബോർഡ് വിൻഡോസ് പ്ലസ് വി എന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത്ര നേരം നിങ്ങൾ കോപ്പി ചെയ്ത ടെക്സ്റ്റുകൾ എന്തൊക്കെയാണോ അതെല്ലാം അതിൽ കാണാം. അത് നിങ്ങൾക്ക് എവിടെയൊക്കെ വേണ്ട അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏതൊക്കെ സ്ഥലത്ത് നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യേണ്ടി വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാം. ഇനി ട്രിക്ക് 2, ഇമോജീസ് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ആരുടെങ്കിലും ചാറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചാറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടൗണിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മൂഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സ്മൈലി അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൂഡിനനുസരിച്ചിട്ടുള്ള ഇമോജീസ് എല്ലാതും അതിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അത് ചെയ്ത് അത് കൊടുക്കാവുന്നതാണ്. സോ ഇമോജിക്ക് വളരെ അധികം പ്രാധാന്യമുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അത് ഫോണിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഫോണിലെ പോലെ തന്നെ നിങ്ങൾക്ക് അത് ലാപ്ടോപ്പിൽ യൂസ് ചെയ്യാവുന്നതാണ്. വിൻഡോസ് ബട്ടൺ പ്ലസ് ഫുൾ സ്റ്റോപ്പ്. ഈ അടുത്തതായിട്ടുള്ളത് ട്രിക്ക് 3, നിങ്ങൾ എന്തെങ്കിലും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഫയൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ അനോണിമസ് ആയിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വന്ന് കയറി കഴിഞ്ഞാൽ ആ സമയത്ത് ഉപയോഗിക്കേണ്ട ഒരു കീ ആണ് ഇത്. സിമ്പിളായിട്ട് ആ സമയത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന വിൻഡോ എന്താണോ ആ വിൻഡോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് Alt പ്ലസ് ടാബ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള വേറെ വല്ല ഫയൽസ് ഉണ്ടെങ്കിൽ അതിലോട്ട് ഇത് സ്വിച്ച് ചെയ്യും. നിങ്ങളുടെ വിൻഡോ അതായത് ഓൺ സ്പോട്ടിൽ സ്വിച്ച് ചെയ്യും. അടുത്തായിട്ടുള്ളത് ട്രിക്ക് 4, നമ്മൾ മൊബൈൽ ഫോണിലല്ല നമ്മൾ സ്ക്രീൻഷോട്ടുകൾ ഒരുപാട് എടുക്കാറുണ്ട്. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ടുകളെല്ലാം എടുക്കാറുണ്ട്. അതുപോലെ തന്നെ വിൻഡോസിൽ അതിനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അതിനൊരു എക്സ്റ്റേണൽ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറിൻ്റെ ഒന്നും ആവശ്യമില്ല. വിൻഡോസിൽ തന്നെ അങ്ങനെ മറ്റേ കൊടുക്കുന്നുണ്ട്. വിൻഡോ ബട്ടൺ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട കീ വിൻഡോ ബട്ടൺ പ്ലസ് റൈറ്റ് സൈഡിൽ കീബോർഡ് ഈ ഡിലീറ്റ് ബട്ടൻ്റെ ആ സെക്ഷനിൽ അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് വേണം PRTSC എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണാം. നെക്സ്റ്റ് ട്രിക്ക് 5, നേരത്തെ പറഞ്ഞതുകൊണ്ട് അനുബന്ധിച്ചായിട്ടുള്ള തന്നെയാണ് ഇതും. നിങ്ങൾക്ക് സ്ക്രീനിൽ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രമായിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ട്രിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുമായിട്ട് യൂസ് ചെയ്യേണ്ട കീ വിൻഡോസ് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് S. ഇത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഭാഗമാണ് സ്ക്രീനിൽ സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ ഒരു സാധനം വരുന്നതാണ്. നിങ്ങൾക്ക് അത് എവിടെ വെച്ചാൽ സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. സോ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഈസ് ഹെൽപ്ഫുൾ, പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. സോ താങ്ക് യു. സീ യു.